ഇത് ചെയ്യുന്നതിന് പകരം ഇവിടെ ഈഗോ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? യേശുക്രിസ്തു വരെ പഠിപ്പിച്ചത് ഈഗോ ആണ്. ഇവന്മാരൊക്കെ എന്തിനാ ബൈബിള് വായിക്കുന്നത്? ക്ഷമിക്കാൻ പഠിപ്പിച്ചതല്ലേ? ഇവന്മാരൊക്കെ എന്തിനാ ബൈബിള് വായിക്കുന്നത്? ബൈബിൾ കൈകൊണ്ട് തൊടാൻ പോലും യോഗ്യതയില്ലാത്തവന്മാരാണെന്നേ അങ്ങനെ പറയണം. കാരണം ഇവർ വെള്ള നൈറ്റി കൊടുത്തു വന്നിട്ട് AC റൂമിനകത്തിരിക്കുമ്പോൾ നൈറ്റി എന്നേ പറയത്തുള്ളൂ, ലോഹ എന്ന് പറയാൻ പറ്റത്തില്ല അവന്മാരൊന്നിരുന്നതിന്. ഈ നൈറ്റി ഇട്ടിട്ട് ഇവിടെ വന്നിരിക്കുമ്പം പിന്നെ അപ്പുറത്ത് വെയിൽ കൊണ്ട മനുഷ്യരെ കാണുമ്പം അതിനകത്തൊരു മനസ്സലിവ് തോന്നാതെ അവരോട് ഈഗോ കാണിച്ചിട്ട് നിങ്ങൾ കീഴടങ്ങി തരണം, ഞങ്ങൾ മുമ്പിൽ സറണ്ടർ ചെയ്യണം, സറണ്ടർ ചെയ്ത് നിങ്ങൾ ജോലിക്ക് കയറിയതിന് ശേഷം നിങ്ങളെ കാര്യം ഞങ്ങൾ പരിഗണിക്കാം എന്നാണ് പറയുന്നത്. ഈ പള്ളി ഈ പറഞ്ഞ അച്ഛന്മാരുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാക്കിയാണോ? അല്ല ഈ ആശുപത്രികൾ ഇവന്മാരെയൊന്നും വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുതലുണ്ടാക്കിയതല്ല. ഈ പറയുന്ന സമരം നടത്തുന്ന അതായത് രൂപതയിൽപ്പെട്ട ഈ നേഴ്സുമാരായിട്ടുള്ള ആളുകളുടെ ബഹുഭൂരിപക്ഷം വരുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ, അതായത് ആ രൂപത്തിൽ തന്നെ പെട്ടവരാണ് നേഴ്സുമാർ. അവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് കപ്പയും കഞ്ഞിയും കുടിച്ച് നടക്കുന്ന സമയത്ത്, ആ സമയത്ത് തൂമ്പ എടുത്ത് പണിയെടുക്കുന്ന കാലത്ത് അവരെ വേർപ്പിൻ്റെ രാംശത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാക്കി കെട്ടിപ്പടുത്തൊരു സാധനമാണ്. ആ സാധനത്തിനകത്ത് അവരുടെ കൊച്ചുമക്കളോട് ചെയ്യുന്ന അനീതി എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ ബോധമില്ലാതെയാണ്. ഇവർക്ക് ക്രിസ്തുവിൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും അർഹതയില്ല. ഇവരൊക്കെ കൈകൊണ്ട് കൊടുക്കുന്ന അപ്പവും വീഞ്ഞും കഴിക്കാൻ കുർബാന കൊള്ളാൻ പോലും ആൾക്കാർ പോകാത്ത രീതിയിൽ വരെ ബഹിഷ്കരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്തുള്ള അഭിപ്രായം. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, തെരുവിൽ വെയിൽ കൊണ്ട് നേഴ്സുമാർ സമരത്തിലാണ്. നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിനെ കുറിച്ചും കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അങ്കമാലി LF ഹോസ്പിറ്റലിന് മുമ്പിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ രൂപതയിൽ തന്നെ പെട്ട അല്ലെങ്കിൽ അങ്കമാലി പരിസര പ്രദേശത്തുള്ള ക്രിസ്ത്യൻ വീടുകളിലെ കുട്ടികളാണ് ഇവിടെ വന്ന് ഈ വെയിൽ കൊണ്ട് കിടക്കുന്നത്. അവരുടെ കാരണവന്മാരൊക്കെ പിടിയേരിയും അതോടൊപ്പം തന്നെ ചെറിയ തുക സംഭാവനയൊക്കെ നൽകിയിട്ടാണ് അങ്ങനെ ഒരു LF ഹോസ്പിറ്റൽ അവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ കൊച്ചുമക്കളാണ് ഇവിടെ നിസ്സാരമായിട്ടുള്ളൊരു ശമ്പള വർധനവിന് വേണ്ടിയിട്ട് ഇതേമാതിരി കഷ്ടപ്പാട് അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ലല്ലോ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമാണ് ഈ അച്ഛന്മാരെക്കുറിച്ചും ഇതിൻ്റെയൊക്കെ അഡ്മിനിസ്ട്രേറ്റർമാരെന്ന് പറയുന്നത് മുഴുവൻ വൈദികരാണ്. അതാണ് ഉള്ള പ്രശ്നം. ഇപ്പോൾ അങ്കമാലി LFലെ മാത്രമല്ല, ഇപ്പോൾ അമല ഹോസ്പിറ്റൽ, ജൂബിലി ഹോസ്പിറ്റൽ, പുഷ്പഗിരി ഹോസ്പിറ്റൽ, കാരിത്താസിൽ എല്ലാ സ്ഥലത്തും ഇത് ബാധകമാണ്. ഇത് മനോഹരമായിട്ട് സെറ്റിൽ ചെയ്തൊരു ആശുപത്രി എന്ന് പറഞ്ഞാൽ രാജഗിരിയാണ്. രാജഗിരിയും സഭയുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയാണ്. പക്ഷേ സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സമരത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ തന്നെ മാനേജ്മെൻറ്റ് വളരെ മനോഹരമായി ആ വിഷയം സെറ്റിൽ ചെയ്തു. അവിടുത്തെ നേഴ്സുമാരെ ഒക്കെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് വേണ്ട സാലറി വർധനവ് ഉറപ്പുവരുത്തി. ശമ്പള വർധനവ് അനിവാര്യമായൊരു കാര്യം തന്നെയാണ്. കാരണം ചെറിയ പൈസയ്ക്ക് അവരെയൊക്കെ പണിയെടുപ്പിക്കുന്നത്. പണ്ട് നമ്മളിപ്പോൾ എയ്ഡഡ് സ്കൂളുകളിൽ ഈ സർക്കാർ ഏറ്റെടുക്കുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡഡ് സ്കൂളിൽ പഠിക്കാത്തവനായിരിക്കും മാനേജർ. ഇവൻ അവിടെ വന്നേച്ച് ഹെഡ് മാഷേയും വിളിച്ച് ഇവിടെ അവിടെ അല്ലെങ്കിൽ മറ്റേ ഇദ്ദേഹത്തിൻ്റെ കാരൂരിൻ്റെ പൊതിച്ചോറെന്ന് പറയുന്ന കഥയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട്, കാരണം ശിഷ്യൻ്റെ ഭക്ഷണം മോഷ്ടിക്കേണ്ടി വരുന്ന അധ്യാപകൻ്റെ ഗതികേടിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം അധ്യാപകന്മാരെന്ന് പറഞ്ഞാൽ അടിമകളെപ്പോലായിരുന്നു. ക്ലാസ്സിൽ പിള്ളേരെടുത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങൊന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അതായത് മാഷൊക്കെ ഒരു വിലയില്ലാത്ത രീതിയിലായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരുമാതിരി ഈ എട്ടുകാലി മമ്മൂഞ്ഞ് കളി പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്താണെന്ന് പോലും ഇതിൻ്റെ ABCD എന്താണെന്നറിയാത്ത, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്താണെന്നറിയാത്ത, അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാത്ത ആളുകളാണ് പലപ്പോഴും ഇതിനെ തടപ്പത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ പൗരോഹിത്യം എന്ന് പറയുന്നത് ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പൗരോഹിത്യത്തിലുള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൗരോഹിത്യ വൃത്തിയും അതുമായി ബന്ധപ്പെട്ട സഭയുടെ മറ്റ് പ്രവർത്തനങ്ങളുമായും അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകൾ കൊടുക്കുകയും ഇത്തരം സംവിധാനങ്ങൾക്കകത്ത് എങ്കിലും ഒന്നുകിൽ ആത്മായരുടെയെന്ന് തന്നെ, അതായത് സഭയിൽ തന്നെ വേണമെങ്കിൽ സഭയ്ക്കകത്ത് തന്നെ ആത്മായരുടെയെന്ന് ഇതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്. അവർക്ക് അതാത് രൂപതയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കിട്ടും, അതായത് ഇടവകയെന്ന് വേണമെങ്കിൽ കിട്ടും. അത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ ഹയർ ചെയ്യുകയും അവർക്ക് മര്യാദ വേതനം കൊടുത്ത് അവരെ നോക്കിക്കോളും. ഇവർ ഈ അറിയാത്ത പണിക്ക് പോവുകയാണ്. തെങ്ങേറാൻ അറിയാത്തവൻ തെങ്ങ കയറി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ തെങ്ങയിലെങ്ങനെയും കയറാം, മെഷീൻ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് കയറാം. പക്ഷേ ഇവൻ തേങ്ങ ഇടുന്നത് മൂത്തതായിരിക്കത്തില്ല, ചിലപ്പോൾ അച്ചിങ്ങ വരെ താഴെ ഇടും. ഇതാണ് കുഴപ്പം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ അറിയാത്ത പണിയാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഈഗോയിലേക്ക് നിൽക്കാതെ രാജഗിരി ഇത് തീർത്തത് വേണ്ട. ഇവിടെ ഹോസ്പിറ്റൽ ഭീമന്മാർ കോർപ്പറേറ്റ് രീതിയിൽ ഇവിടെ വന്ന് വിഴുങ്ങുക. ആസ്റ്റാറിനകത്ത് ബ്ലാക്ക് സ്റ്റോൺ ഇൻവെസ്റ്റ് ചെയ്ത് വന്നിട്ട് ആസാദ് മൂപ്പൻ്റെ അതൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു
കേരളം മുഴുവൻ വ്യാപിക്കാവുന്ന ശൃംഖലയായിട്ട് മാറും. ബാക്കിയുള്ള ആശുപത്രികളെല്ലാം പൂട്ടിപ്പോകും. അപ്പോൾ ഈ ജൂബിലിയും അമലയും ഒക്കെ പൂട്ടുമ്പോൾ ഇവർ പഠിക്കും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ക്രിസ്ത്യൻ സഭകൾ ഇതിനകത്ത് മാതൃകയാക്കേണ്ടത് MES എങ്കിലും മാതൃകയാക്കണം. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ MESന്റെ മെഡിക്കൽ കോളേജുണ്ട്. MESന്റെ മെഡിക്കൽ കോളേജിലെ വിഷയങ്ങളൊന്നും ഇല്ലാതെ അവരെ പരിഹരിച്ചു, മനോഹരമായിട്ട് പരിഹരിച്ചു. MESന്റെ മെഡിക്കൽ കോളേജ് നിൽക്കുന്ന എവിടെയാണ്? കേരളത്തിലെ ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിൽ അവിടെ മൗലാനയുണ്ട്, അൽഷിഫയുണ്ട്, അവിടെ EMS ഹോസ്പിറ്റലുണ്ട്, ബാക്കിയുള്ളുണ്ട്. EMS ഹോസ്പിറ്റലും MESും അവിടെ നിന്ന് എങ്ങനെയും പൂട്ടിപ്പോണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബാക്കിയുള്ളവരെല്ലാം. കാരണം എന്ന് വെച്ചാൽ എന്നാൽ അവർക്ക് വരേണ്ട പിന്നെ രോഗികളാണ് ഇപ്പുറത്തോട്ട് കൂടെ പോകുന്നത്. പക്ഷേ അവിടെ അവർ മത്സരിച്ച് പിടിച്ചു നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരുടെ പ്രൊഫഷണലിസവും ഉണ്ട്. അതോടൊപ്പം തന്നെ എന്നാൽ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി ഒരു ചാരിറ്റിയോട് കൂടിയിട്ട് കൊള്ളലാഭം എടുക്കാതെ രോഗികൾക്ക് ചികിത്സ കൊടുക്കാൻ കഴിയുന്നുണ്ട്. സർജറി ബാക്കിയുള്ളത് അനാവശ്യമായിട്ടുള്ള ടെസ്റ്റ്, പല്ലുവേദനയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഉടനെ പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റിന് എഴുതി കൊടുക്കുന്ന ടീമാണ് അപ്പോൾ ബാക്കിയുള്ള ആശുപത്രിക്കാർ. പല്ലുവേദന ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വേണമെങ്കിൽ തലയുടെ സ്കാൻ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാം എന്തെങ്കിലും ഇപ്പോൾ എല്ലിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് പിന്നെ ഒരു എത്തിക്സും ഇല്ലാത്ത രീതിയിൽ പോകുന്ന പ്രൈവറ്റ് ആശുപത്രികളുണ്ടാകുമ്പം അവിടെ ധാർമ്മികത വെച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യണം എന്ന് കരുതിയിട്ട് നഴ്സുമാർക്ക് കൊടുക്കുന്ന ശമ്പളം പിന്നെ കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മാൻ പവറിൻ്റെ എഫിഷ്യൻസി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും വേണം. അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ പണി അറിയാത്ത അച്ഛന്മാർ ഈ പണിക്ക് പോകരുത്. അത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ വൈദഗ്ധ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിലുള്ള കുഴപ്പം മറുവശത്തൊരു ദോഷവും കൂടെ ഉണ്ട്. ഇത് കൃത്യമായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നഴ്സുമാർ തോന്നുന്ന പോലെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടാളെ ആവശ്യമുള്ളിടത്ത് 3 പേരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അധിക ബാധ്യത ഈ രോഗിയുടെ മേളിലേക്ക് വരും. ഹോസ്പിറ്റൽ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കത്തില്ലല്ലോ. അപ്പം രോഗിക്ക് 100 രൂപ ചാർജ് ചെയ്യേണ്ട കേസിന് 110 രൂപ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയും ആവാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകേണ്ടത്. ഇതിനകത്ത് അതേസമയം പിന്നെ ഈ വീട് കത്തുമ്പോൾ വാഴ വെട്ടുന്ന പരിപാടിയിലേക്കാണ് UNA പോയിട്ടുള്ളത്, നമ്മളെ ജാസ്മിൻ ഷായുടെ. അവർക്ക് അവസരം ഒരുക്കി കൊടുക്കാതിരിക്കുക എന്നുള്ള സാമാന്യ ബുദ്ധി രാജഗിരിക്കാർ കാണിച്ചു. രാജഗിരിക്കാർ ഇത് സെറ്റിൽ ചെയ്തുകൊണ്ട് ജാസ്മിൻ ഷായ്ക്കൊക്കെ അതൊരു അടിയാ. കാരണം ഇല്ലെങ്കിൽ അവിടെയും കയറിയിട്ട് ജാസ്മിൻ ഷാ നിരങ്ങും, UNA കയറി നിരങ്ങും. ഈ പിള്ളേരെയും കൂടെ അവരുടെ കൂട്ടത്തിലോട്ട് കിട്ടും. അവിടെ ഒറ്റ നേഴ്സുമാരെ കിട്ടാതായി അവർക്ക് കൂടെ. അത് കിട്ടാതിരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിയെങ്കിലും ഇവർ കാണിക്കണ്ടേ? അത് കാണിക്കാതെ ജാസ്മിൻ ഷായ്ക്ക് നഴ്സുമാരെ വഞ്ചിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം മണ്ണൊരുക്കി കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് സഭയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾ തന്നെ വഹിക്കുക എന്ന് പറയുമ്പം ഇവരെന്ത് ക്രൈസ്തവ ദൗത്യമുള്ളേ? എന്താ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ആശുപത്രി മേഖലയിലേക്കും പിന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്കും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം കടന്നു വന്നിട്ടുള്ള മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ക്രൈസ്തവ പിന്നെ സഭകളാണ് കടന്നു വന്നിട്ടുള്ളത്. ഈ ആതുര സേവന രംഗത്തേക്കും പിന്നെ ബാക്കിയുള്ള രംഗത്തേക്കും ഒക്കെ കടന്നു വന്നിട്ടുള്ളത്. പഴയ നമ്മുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ബിസിനസ് മേഖലയാവുന്നതിന് മുമ്പ് ഉള്ള സ്വകാര്യ ആശുപത്രികളെന്ന് പറയുന്നത് മുഴുവൻ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനയായിരുന്നു. പക്ഷേ ഇന്ന് ആ ആശുപത്രികളെല്ലാം ഓരോന്നൊന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ സംവിധാനങ്ങളുള്ള പണ്ട് തൊട്ടേ പേരുകേട്ട ആശുപത്രിയാണ് പുഷ്പഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായിരുന്നു. ആ ആശുപത്രിയൊക്കെ കൊണ്ടുപോയി നശിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ഇവർ സ്പേസ് കണ്ടെത്തി നാളെ തിരുവല്ലയിൽ പിന്നെ ആസ്റ്ററിൻ്റെ ഒരു ബ്രാഞ്ച് അവിടെ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളില്ലാതിരിക്കും. ഈ കെട്ടിടം പിന്നെ വേണമെങ്കിൽ വല്ല പിന്നെ മെൻസ് ഹോസ്റ്റലോ ഒക്കെ ആക്കി മാറ്റേണ്ടി വരും. ഈ അവസ്ഥയിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജമൈൻ്റെ ഈ കാത്തലിക് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയതിനു ശേഷം കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ അങ്ങനെ ഒരു സംഘടനയുണ്ട്. അപ്പൊ ഇവര് തമ്മിലൊരു പരസ്പര ധാരണയിലാണ് പോകുന്നത് എന്നൊക്കെയാണ് ഈ നമ്മുടെ അച്ഛന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലൊന്നും ഒരു അർത്ഥമുള്ള കാര്യമില്ല. നിങ്ങൾ സമരം നിർത്തി ആദ്യം ഹോസ്പിറ്റലിൽ പണിക്ക് കയറ്, അതിനുശേഷം നമ്മൾ ഞങ്ങൾ കൂട്ടിക്കോളാം. അതൊരു പിടിവാശിയല്ലേ അത്? അല്ലേ, അവിടെ തന്നെ അവർ കൃത്യമായിട്ടെന്നാ പിന്നെ ഒരു എഗ്രിമെൻ്റ് വെക്കണ്ടേ? നിങ്ങൾ സമരം നിർത്തിച്ച ഒരു സമരത്തിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്യണം. അതാണ് രാജഗിരിക്കാർ ചെയ്തത്. സമരത്തിലോട്ട് ഇറങ്ങാനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ച് സമരത്തിലോട്ട് ഇറങ്ങിയവരോട് നാളെ ഡ്യൂട്ടിക്ക് കയറ്, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിഷയം ഞങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമരത്തെ പൊളിക്കുക എന്നുള്ളതാണ്. നാളെ ഈ സമരം പിന്നെ ഈ റീയൂണിയൻ ഉണ്ടാവത്തില്ല. സ്പ്ലിറ്റ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്പ്ലിറ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇവർ മാനസിക ഐക്യത്തോട് കൂടിയിട്ട് ഈ നഴ്സുമാർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ സല്യൂട്ട് ചെയ്യണം. അവർക്കിടെ സ്പ്ലിറ്റിംഗ് നടത്താനും അവർക്കിടെ കുറച്ച് പേരെ ഇവർ നിങ്ങൾക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ട് പലരെയും ബന്ധപ്പെടുന്നുണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. മാനേജ്മെൻറ്റ് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടിട്ട് നീ നാളെ തൊട്ട് ജോലിക്ക് കയറി നിൻ്റെ ശമ്പളം കൂട്ടിത്തരാം. അപ്പം 100 പേര് സമരം നടത്തുന്നതെന്ന് ഒരു 20 പേരെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഈ ഒരു വെയിലത്താണ് നിൽക്കുന്നത്. കരിങ്കാലിപ്പണിയായി പോകൂലേ? അപ്പം അങ്ങനെ ചെയ്യാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. അപ്പം സമരം പൊളിയും സ്വാഭാവികമായിട്ട്. ഇത് ചെയ്യുന്നതിന് പകരം ഇവിടെ ഈഗോ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ?
യേശുക്രിസ്തു വരെ പഠിപ്പിച്ചത് ഈഗോ ആണ്. ഇവന്മാരൊക്കെ എന്തിനാ ബൈബിൾ വായിക്കുന്നത്? ക്ഷമിക്കാൻ പഠിപ്പിച്ചതല്ലേ യേശു? ക്ഷമിക്കാൻ പഠിപ്പിച്ചതല്ലേ? ഇവന്മാരൊക്കെ എന്തിനാ ബൈബിൾ വായിക്കുന്നത്? ബൈബിൾ കൈകൊണ്ട് തൊടാൻ പോലും യോഗ്യതയില്ലാത്തവന്മാരാണെന്നേ അങ്ങനെ പറയണം. കാരണം പിന്നെ മനുഷ്യത്വം ഉണ്ടെങ്കിൽ, കാരുണ്യബോധം ഉണ്ടെങ്കിൽ, തന്നെ ദ്രോഹിച്ചവരോട് പോലും, കുരിശിൽ തറച്ചവരോട് പോലും കരുണ കാണിക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ച യേശുക്രിസ്തുവിനെ കുറിച്ച് ബോധമുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താ? ഇവർ AC റൂമിനകത്തിരിക്കുമ്പം ഇവർ വെള്ള നൈറ്റി കൊടുത്തു വന്നിട്ട് AC റൂമിനകത്തിരിക്കുമ്പോൾ, നൈറ്റി എന്നേ പറയത്തുള്ളൂ, ലോഹാന്ന് പറയാൻ പറ്റത്തില്ല അവന്മാരൊന്നിരുന്നതിന്. ഈ നൈറ്റി ഇട്ടിട്ട് ഇവിടെ വന്നിരിക്കുമ്പം അപ്പുറത്ത് വെയിൽ കൊണ്ട മനുഷ്യരെ കാണുമ്പം അതിനകത്തൊരു മനസ്സലിവ് തോന്നാതെ അവരോട് ഈഗോ കാണിച്ചിട്ട് അവർക്ക് നിങ്ങൾ കീഴടങ്ങിത്തരണം, ഞങ്ങൾ മുമ്പിൽ സറണ്ടർ ചെയ്യണം, സറണ്ടർ ചെയ്ത് നിങ്ങൾ ജോലിക്ക് കയറിയതിന് ശേഷം നിങ്ങളെ കാര്യം ഞങ്ങൾ പരിഗണിക്കാം എന്നാണ് പറയുന്നത്. അപ്പോഴും നിങ്ങൾക്ക് ഇത്രയും കൂട്ടിത്തരാം എന്ന് വാക്കാലെങ്കിലും ഉറപ്പ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഡോക്യുമെൻറ്റേഷൻ വേണ്ടാന്ന് വെക്കുക, വാക്കാലെങ്കിലും ഉറപ്പ് കൊടുത്തിട്ട് നിങ്ങൾ ഡ്യൂട്ടി കയറിയ അടുത്ത ദിവസം തൊട്ട് ഇങ്ങനെ തരും, അത് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്യും എന്നെങ്കിലും പറയാനുള്ള മാനസിക വിശാലത കാണിക്കാത്തവനൊന്നും ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ ഏതൊരുത്തരും നടക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഏതൊരുത്തരും നടക്കാം, ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ നടക്കാം, മതം ഇല്ലാത്തവനാണെന്നും പറഞ്ഞ് നടക്കാം, ഒക്കെ നടക്കാം. പക്ഷേ പുരോഹിതനാണെന്നും പറഞ്ഞ് നടക്കാൻ പാടില്ല. കാരണം ഇവർ ക്രിസ്തുവിൻ്റെ ഇവരെ ഇടയന്മാരായിട്ടാണ് കാണുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് കാണുന്നത് വൈദികരെ കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈദികരെ ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കരുത്. ഇപ്പോൾ കോളേജിലോ സ്കൂളിലോ പ്രിൻസിപ്പളായിട്ടോ അല്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പൾമാരായിട്ടോ സഭയുടെ സ്ഥാപനങ്ങളിൽ അധ്യാപകരായിട്ട് കന്യാസ്ത്രീകളും അച്ഛന്മാരും വരുന്നതിനകത്ത് കുഴപ്പമില്ല. കാരണം അവർ അതാത് മേഖലയിൽ അവർക്ക് അക്കാദമിക് പശ്ചാത്തലമുണ്ട്, അത് അവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വരുന്നതിനകത്ത്, ഹോസ്പിറ്റലിലൊക്കെ വരുന്നതിനകത്ത് ഇതിൽ ABCD എന്താണെന്നുള്ള അറിയാത്ത ജീവിതത്തിൽ ആകെ അവർക്കറിയാവുന്ന അവർ സിറിഞ്ച് കണ്ടിട്ടുണ്ട്. കാരണം അവരെ എപ്പോഴും സൂചി വെക്കുമ്പോൾ ഇത്ര മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് വേറെ തരത്തിലുള്ള ഗ്ലൂക്കോസും കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ ആശുപത്രിയിലെ അവിടുത്തെ ബെഡും കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള സിസ്റ്റത്തെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർ ഇതിനകത്ത് കയറി ഇരിക്കുന്നതിൻ്റെ കുഴപ്പങ്ങളാണ് സഭ ചെയ്യേണ്ടത്. അതുമല്ല ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പള്ളി ഈ പറഞ്ഞ അച്ഛന്മാരുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടാക്കിയാണോ? അല്ല ഈ ആശുപത്രികൾ ഇവന്മാരെയൊന്നും വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മുതലുണ്ടാക്കിയതല്ല. ഈ പറയുന്ന സമരം നടത്തുന്ന അതാത് രൂപതപ്പെട്ട ഈ നേഴ്സുമാരായിട്ടുള്ള ആളുകളുടെ ബഹുഭൂരിപക്ഷം വരുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ, അതായത് ആ രൂപത്തിൽ തന്നെ പെട്ടവരാണ് നേഴ്സുമാർ. അവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് അവർ അന്ന് കപ്പ ഉണ്ടാക്കിയിട്ടും കപ്പയും കഞ്ഞും കുടിച്ച് കിടക്കുന്ന സമയത്ത്, ആ സമയത്ത് തൂമ്പ എടുത്ത് പണിയെടുക്കുന്ന കാലത്ത് അവരെ വേർപ്പിൻ്റെ രാംശത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാക്കി കെട്ടിപ്പടുത്തൊരു സാധനമാണ്. ഇപ്പോഴല്ലേ ഈ പ്രവാസവും കാര്യങ്ങളൊക്കെ വന്നിട്ട് പുറത്തുനിന്നൊക്കെ ഇവർക്ക് ഈ സമ്പന്നരുടെ അടുത്ത് നിന്നൊക്കെ ഫണ്ട് കിട്ടുന്നത്. പണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് 1 രൂപയും കാലണയും അരയണിയൊക്കെ 4 അണിയൊക്കെ കൊടുത്തിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള സാധനമാണ്. ആ സാധനത്തിനകത്ത് അവരുടെ കൊച്ചുമക്കളോട് ചെയ്യുന്ന അനീതി എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ ബോധമില്ലാതെയാണ്. ഇവർക്ക് ക്രിസ്തുവിൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും അർഹതയില്ല. ഇവരൊക്കെ കൈകൊണ്ട് കൊടുക്കുന്ന അപ്പവും വീഞ്ഞും കഴിക്കാൻ കുർബാന കൊള്ളാൻ പോലും ആൾക്കാർ പോകാത്ത രീതിയിൽ വരെ ബഹിഷ്കരിക്കണം എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്തുള്ള അഭിപ്രായം.